രുദ്ര വിജയലക്ഷ്മിയോട് കല്യാണി പറഞ്ഞത് പറയുമ്പോൾ അവർ അവളോടായി പറഞ്ഞു, മോൾക്കറിയാമോ, ഇവരുടെ എല്ലാം ഉള്ളിലെ വിഷം അവന് നന്നായി അറിയാം. എന്നിട്ടുമെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്നത് മരിച്ചുപോയ എൻ്റെ ഏട്ടനു വേണ്ടിയിട്ടാ. അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എല്ലാവരും എന്നും ഒരുമിച്ചതുപോലെ ഒരു വീട്ടിൽ തന്നെ കഴിയണമെന്നത്. അതുകൊണ്ട് പലതും അവനായി തന്നെ കണ്ണടയ്ക്കുന്നത്. അവരുടെ എല്ലാവരുടെയും കണ്ണവൻ അവകാശപ്പെട്ട കോടിക്കണക്കിന് സ്വത്തിൽ മാത്രമാണ്. മോളെ, അവൻ വിവാഹം കഴിച്ചതു മുതൽ അവരിലെ ഭയം കൂടി. നിങ്ങളിൽ ഒരു കുഞ്ഞ് ജനിച്ച ഈ സ്വത്തുക്കളെല്ലാം അവൻ്റെ കുഞ്ഞിന് അവകാശപ്പെട്ടതാവില്ലേ? മോള് സൂക്ഷിക്കണം. എപ്പോഴും മോൾക്കൊപ്പം തന്നെ ബദ്രിമോനോ ഞങ്ങളോ ഉണ്ടായെന്ന് വരില്ല. എനിക്ക് പേടിയില്ല അമ്മേ. എൻ്റെ ബദ്രിയേട്ടൻ കൂടെയുള്ളപ്പോൾ എനിക്കാരെയും ഒരു പേടിയുമില്ല. ഇപ്പം എനിക്കും വാശിയാ ബദ്രിയേട്ടനിലൊരു കുഞ്ഞ്. വാശി മാത്രമല്ല, എൻ്റെ ആഗ്രഹം കൂടിയാണിത്. എല്ലാം നടക്കും മോളെ, നീ നോക്കിക്കോ. എന്തായാലും കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായില്ലേ, അമ്പലത്തിൽ പോയി നിങ്ങൾക്ക് 2 പേർക്കുള്ള നല്ലൊരു ശാന്തി മുഹൂർത്തം നോക്കി കുറിച്ച് വാങ്ങണം. അതിനിടയ്ക്ക് രണ്ടും കൂടെ കൈവിട്ട് പോയേക്കല്ലേ. വിജയലക്ഷ്മി അത് പറയുമ്പോൾ രുദ്രയൊന്ന് ചിരിച്ചു. മോൾക്കറിയാമോ, ഇപ്പം എൻ്റെ ബദ്രി ഒരുപാട് മാറി. അതിന് കാരണം തന്നെ മോളാ. ഒരിക്കലും മോളിൻ്റെ മോനെ ഇട്ട് പോയി കളയരുത്. അങ്ങനെ വന്ന എൻ്റെ മോൻ തകർന്നു പോകും. ഇല്ലമ്മേ, അങ്ങനെ എനിക്ക് ബദ്രിയേട്ടനെ ഇട്ടിട്ട് പോകാനാവില്ലിനി. എൻ്റെ മരണം കൊണ്ടല്ലാതെ ആർക്കും എന്നെ ബദ്രിയേട്ടനിൽ നിന്നും അകറ്റാൻ കഴിയില്ല. മോൾ എന്തായാലും പോയി ഒരുങ്ങി നിൽക്ക്. വൈകിട്ട് നമുക്കൊന്ന് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ബദ്രിയേട്ടനോട് ചോദിച്ചു അമ്മ. അവനോട് ഞാൻ പറഞ്ഞിരുന്നു മോളെയും കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകുമെന്ന്. വൈകുന്നേരം അമ്പലനടയിൽ രുദ്ര തൊഴുകൈയോടെ കണ്ണുകൾ അടച്ചു നിന്ന് പ്രാർത്ഥിച്ചു. ബദ്രിക്കൊപ്പം ഉള്ള സന്തോഷകരമായ ജീവിതമല്ലാതെ മറ്റൊന്നും അവളുടെ മനസ്സിലില്ലായിരുന്നു. രുദ്ര പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരികെ വരുമ്പോൾ തിരുമേനിയുടെ അടുത്തായി നിന്ന് സംസാരിക്കുന്ന രുദ്രയാണ് കണ്ടത്. ആ, മോളുണ്ടായിരുന്നു കൂടെ. അതിനവളൊന്ന് ചിരിച്ചു. ഇപ്പം രണ്ടാളുടെയും ജാതകത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള സമയമാണ്. അന്ന് സ്വാമിജി പറഞ്ഞിരുന്നില്ലേ എല്ലാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ കുട്ടിയും ഭദ്രയും. തൽക്കാലം ഇപ്പം നല്ലൊരു മുഹൂർത്തമില്ല. ഇന്ന് ചൊവ്വാഴ്ച, ഈ വരുന്ന തിങ്കൾ ഇവർക്ക് ഒന്നു ചേരാനുള്ള നല്ലൊരു മുഹൂർത്തമുണ്ട്. പക്ഷേ ഈ കുട്ടി 4 ദിവസം വ്രതം അനുഷ്ഠിക്കണം, ഭഗവാനെ ആരാധിക്കേണ്ടതുണ്ട്. ഭർത്താവുമായി ഈ സമയം അകന്നു നിൽക്കണം. ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ വ്രതമെടുത്ത ശേഷം തിങ്കളാഴ്ച ബദ്രിയുമായി ഒരുമിച്ച് ഇവിടെ വന്ന് ഭഗവാനെ രണ്ടാളും ഒരുമിച്ച് തൊഴണം. അങ്ങനെ ചെയ്ത ഒരു പരിധിവരെ അടുത്ത് നിൽക്കുന്ന ആപത്തിനെ മാറ്റി നിർത്താൻ കഴിയും. പക്ഷേ തിരുമേനി, അവൻ അമ്പലത്തിൽ പോലും വരില്ല. അപ്പം പിന്നെ എങ്ങനെയാ? മോള് വിചാരിച്ചാൽ കഴിയും. ഇപ്പം തന്നെ അവനിൽ ഒരുപാട് മാറ്റം വന്നു എന്നല്ലേ ലക്ഷ്മി പറഞ്ഞത്. അപ്പം പിന്നെ അവൻ വരാതിരിക്കില്ല. അകന്നിരിക്കുന്ന ഭഗവാൻ അവനിവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഇവിടെ എത്തിച്ചിരിക്കും ആ ഭഗവാൻ. അത്രയും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോകുമ്പോൾ വിജയലക്ഷ്മി ശ്രീകോവിലിൻ്റെ പുറത്തേക്ക് നടന്നു. രുദ്ര ഒന്നുകൂടെ ഭഗവാനെ തൊഴുത ശേഷം വിജയലക്ഷ്മിയുടെ പിന്നാലെ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, അമ്മ ഒന്ന് നിന്നേ. രുദ്ര ശ്രീകോവിലിൻ്റെ പുറത്തേക്ക് വന്നുകൊണ്ട് കാറിൽ കയറാൻ പോയ വിജയലക്ഷ്മിയെ നോക്കി പറഞ്ഞു, സ്വാമിജി എന്താ പറഞ്ഞേ അമ്മയോട്? തിരുമേനി അത് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് ഭയം കണ്ടതാ ഞാൻ. എനിക്ക് ബദ്രിയേട്ടനും എന്തപകടം സംഭവിക്കുമെന്നാ പറഞ്ഞേ? അതൊന്നുമില്ല, മോള് വാ, വന്ന് വണ്ടിയിൽ കയറിക്കേ. ഇല്ല, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി കിട്ടിയാലേ ഞാൻ എങ്ങോട്ടും ഉള്ളൂ. മോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്നും പറയില്ല. അതുകൊണ്ട് വെറുതെ നിന്ന് വാശി പിടിക്കാതെ വണ്ടിയിൽ കയറാൻ നോക്ക്. അത്രയും പറഞ്ഞവർ കാറിൽ കയറുമ്പോൾ പിന്നാലെ തന്നെ രുദ്രയും കയറിയിരുന്നു. അപ്പോഴും അവളുടെ മുഖം വീർത്തിരിക്കുന്നത് കണ്ട് വിജയലക്ഷ്മി ചിരി വന്നെങ്കിലും അവർക്കുള്ളിൽ ഒരു കാർമേഘം തന്നെ ഉരുണ്ടുകൂടിയിരുന്നു. വിജയദേവൻ വന്ന് റൂമിൽ കയറുമ്പോൾ കല്യാണി അവർക്ക് നേരെ ചീറി. ഓ, വന്നോ ഊരുതണ്ടി. നിങ്ങളുടെ ഏട്ടൻ്റെ മോനല്ലാതെ ഏട്ടനൊന്നും അല്ലല്ലോ അവൻ. അവൻ പറയുന്നത് കേട്ട പഞ്ചപുച്ഛമടങ്ങി നിന്നെല്ലാം ചെയ്യാൻ. ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായെന്ന് വല്ല വിചാരവും ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ എത്ര തവണ വിളിച്ചു? ഒരു തവണയെങ്കിലും എന്തിനാ വിളിക്കുന്നതെന്ന് പോലും തിരിച്ചു വിളിച്ച് ചോദിക്കാൻ തോന്നിയോ നിങ്ങൾക്ക്? ആകെ അല്പം മനസ്സമാധാനം എനിക്ക് കിട്ടിയത് ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴാ. അപ്പം പിന്നെ എങ്ങനെയാ നിന്റെ കോൾ എടുക്കുന്നത്? ഓഹോ, അപ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സമാധാനക്കേടെന്നല്ലേ പറഞ്ഞു വരുന്നത്? അവൻ പറയുമ്പോൾ കമ്പനി കാര്യങ്ങൾക്ക് പലയിടത്തും പോകാം, പക്ഷെ ഞാൻ പറഞ്ഞ കുറ്റം ഒന്ന് നിർത്തുന്നുണ്ടോ? ആകെ ഭ്രാന്ത് പിടിച്ചു വന്ന് കയറുമ്പോൾ അല്പമെങ്കിലും മനസ്സമാധാനം താന്നീ. ഞാനായിട്ട് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നില്ല പോരെ? അതിങ്ങനെ സ്വന്തം ഭാര്യയെ നിങ്ങളുടെ ചേട്ടൻ്റെ മോൻ തല്ലിക്കൊന്നാലും നിങ്ങൾ അവൻ്റെ പക്ഷമേ പറയൂ എന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞവർ അവിടെ നിന്ന് പോകുമ്പോൾ അയാൾ ദേഷ്യത്തിൽ തലയ്ക്ക് കയ്യും വെച്ച് ബെഡിലേക്കിരുന്നു. ബദ്രി കുളി കഴിഞ്ഞ് വരുമ്പോൾ കണ്ടു ബെഡിൽ തന്നെ എന്തോ ആലോചിച്ചിരിക്കുന്ന രുദ്രയെ.
ബദ്രി വന്നിട്ടും അതൊന്നും അറിയാതെ മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന രുദ്രയെ കണ്ടതും ബദ്രി അവളുടെ അടുത്തായി വന്നിരുന്നു. തൊട്ടടുത്ത് അവൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടും അവൾ അവനെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അവൻ അവളുടെ തോളിലൂടെ കരങ്ങളിട്ട് രുദ്രയെ അവനിലേക്ക് ചേർത്തിരുത്തുമ്പോൾ രുദ്ര കണ്ണുകൾ ഉയർത്തി ബദ്രിയെ തന്നെ നോക്കി. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ ഈറനാവുന്നത് ബദ്രി അറിഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. വെറുതെ കള്ളം പറയാമെന്ന് കരുതണ്ട, കാര്യം പറ. ബദ്രി അവളെ നോക്കാതെ പറഞ്ഞു. അപ്പോഴും രുദ്ര മൗനമായി തന്നെ ഇരുന്നു. പറ രുദ്ര, എന്താണ്? ഇല്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ. രുദ്ര പിന്നെ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ തിരുമേനി പറഞ്ഞതെല്ലാം അവനോട് പറഞ്ഞു. എന്താ, നമ്മുടെ ശാന്തി മുഹൂർത്തം നടക്കില്ലെന്ന് ഓർത്താണോ? എങ്കിൽ നീ വിഷമിക്കേണ്ട. നീ എന്താഗ്രഹിച്ചാലും അത് നടത്തി തരാനല്ലേ ഞാനുള്ളത്. അതിനെ ബദ്രിയെ രുദ്ര കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏട്ടനെല്ലാം തമാശയാ, ഞാൻ അതെല്ലാം ആലോചിക്കുന്നത്. തിരുമേനി പറഞ്ഞില്ലേ ഏട്ടനും എനിക്കെന്തോ അപകടം പറ്റൂന്ന്. അമ്മയ്ക്ക് അതെന്താണെന്നറിയാം, പക്ഷെ എന്നോട് പറയുന്നില്ല. എനിക്കെന്തോ പേടിയാവുന്നു. അതിന് ബദ്രി അവളെ നോക്കിയൊന്ന് പറഞ്ഞു. എനിക്കൊപ്പം ഭയപ്പെട്ട് ആരും കഴിയണമെന്നില്ല. ഇന്ന് വരെ ഞാൻ ഒരുപാട് സ്നേഹിച്ചെല്ലാം തന്നെ ദൈവം തന്നെ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആ ദൈവത്തിലുള്ള വിശ്വാസം പോലും നഷ്ടമായി. നിന്നെപ്പോലും ഞാൻ സ്നേഹിക്കാതെ മാറ്റി നിർത്തിയത് ഞാൻ കാരണം നീ കൂടെ വെറുതെ പ്രശ്നത്തിലാവരുതെന്ന് കരുതിയാണ്. ഇപ്പം ഞാൻ പോലും അറിയാതെ നിന്നിൽ കൂടുതൽ അടുക്കുമ്പോൾ വീണ്ടും എന്നിലൂടെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് തോന്നി തുടങ്ങിയെങ്കിൽ പിരിയാം നമുക്ക്. ഇപ്പോഴേ ആയ എനിക്കും നിനക്കും ചെറിയ വിഷമേ ഉണ്ടാകൂ, പിന്നീടായ. അപ്പോഴേക്കും ബദ്രി ഒന്നും മിണ്ടാതെ മൗനമായിരുന്നു. രുദ്രാവനെ അവൾക്ക് അഭിമുഖമായി തിരിച്ച് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞോണ്ട് ചോദിച്ചു, എങ്ങനെ പറയാൻ തോന്നി ഏട്ടൻ ഇങ്ങനെ, അതും എന്നോട്? അപ്പോൾ ഏട്ടൻ ഇങ്ങനെയൊക്കെയാണോ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നേ? ഞാൻ ഏട്ടനെ വിട്ടു പോകുന്നു തോന്നുന്നുണ്ടോ? പറ, തോന്നുന്നുണ്ടോ എന്ന്. എനിക്കെന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഏട്ടനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഈ ജന്മം ഏട്ടൻ എന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ ഏട്ടനെ വിട്ടു പോകില്ല. ഇനി അഥവാ ഏട്ടൻ എന്നെ വേണ്ടെന്നാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോയി ചത്തോളാം, എങ്ങോട്ടെങ്കിലും പോയി. രുദ്ര കരഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ ബദ്രി അവളുടെ ചുണ്ടിൽ കരങ്ങൾ വെച്ചു. മതി, ഇനി ഒരക്ഷരം നീ പറഞ്ഞു പോകരുത്. എനിക്ക് വേണം നിന്നെ ഈ ബദ്രിയുടെ പെണ്ണായി. ഈ ജന്മമല്ല, എല്ലാ ജന്മത്തിലും നിന്നെ എന്നിൽ നിന്ന് ആർക്കും അകറ്റാനാവില്ല. മുകളിലുള്ള സർവേശ്വരന് പോലും. ഈ ബദ്രി ജീവനോടെ ഉള്ളപ്പോൾ നിന്നെ ഞാൻ ഒന്നിനും വിട്ടുകൊടുക്കില്ല. എന്നും എൻ്റെ ഈ നെഞ്ചിൽ തന്നെ ചേർത്ത് നിർത്തിയിരിക്കും. അത്രയും പറഞ്ഞ് ബദ്രി രുദ്രയുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റി. അതിനുശേഷം രുദ്രയെ അവൻ്റെ നെഞ്ചിൽ ചേർത്തിരുത്തി. ഇല്ല, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി മോളെ, നിന്റെ കൂടെ വിടുന്ന പ്രശ്നവും. അപ്പം പിന്നെ അമ്മ ഇന്നലെ ഏട്ടത്തിയെ കൂട്ടി അമ്പലത്തിൽ പോയതോ? അത് നിന്റെ ഏട്ടൻ പറഞ്ഞിട്ടാ കൂട്ടിക്കൊണ്ട് പോയത്. മോളെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നീ തന്നെ നിന്റെ ഏട്ടനോട് ചോദിച്ചിട്ട് മോളെയും കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഞാൻ വാക്ക് കൊടുത്തു പോയി എൻ്റെ ഫ്രണ്ട്സിന് ഇന്ന് സ്കൂളിൽ ഫംഗ്ഷൻ ഏട്ടത്തിയെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, മോളെ കൂട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നോടല്ല നിന്റെ ഏട്ടനോട് വേണം ചോദിക്കാൻ. അവൻ സമ്മതിച്ചാൽ നീ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അപ്പോൾ ഏട്ടൻ സമ്മതിച്ചാൽ ഏട്ടത്തിയെ എൻ്റെ കൂടെ വിടുമല്ലോ അല്ലേ? പക്ഷേ അവൻ സമ്മതിക്കണം. വൈഷു വേഗം തന്നെ രുദ്രയുടെ അടുത്തേക്ക് ചെന്നു. ഏട്ടത്തിക്ക് താല്പര്യമുണ്ടോ എൻ്റെ കൂടെ വരാൻ? പറ. ഞാൻ ആഗ്രഹിച്ചിട്ടെന്താ, നിന്റെ ഏട്ടൻ സമ്മതിക്കണ്ടേ? എനിക്കും ആഗ്രഹമുണ്ട് പുറത്തേക്ക് പോകാൻ. ഇനിയിപ്പോൾ ഏട്ടത്തിക്ക് ആരെയും പേടിക്കേണ്ട. പേടിക്കാനുള്ളവരൊക്കെ എണീക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഏട്ടൻ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അമ്മ വിടണമെങ്കിൽ തന്നെ ഏട്ടൻ സമ്മതിക്കണ്ടേ, അല്ലാതെ ഇങ്ങനെ പോകുന്നേ. ഏട്ടത്തി ഏട്ടനെ വിളിക്ക്. ആദ്യം ഏട്ടൻ എന്താ പറയുന്നതെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ത് വേണോ എന്ന്. രുദ്ര വേഗം തന്നെ ബദ്രിയെ വിളിച്ചു. വൈഷുവിനൊപ്പം പോകട്ടെ എന്ന് ചോദിച്ചതും തന്നെ ബദ്രി അവളോട് പറഞ്ഞത്, എൻ്റെ പെങ്ങളാണെങ്കിലും അവളെ ശ്രദ്ധയില്ല. അപ്പം പിന്നെ കൂടെ പോകുന്ന നിന്റെ കാര്യത്തിലും ഒട്ടും കാണില്ല. അതുകൊണ്ട് പോകണ്ട. ബദ്രി പറയുന്നത് സ്പീക്കറിൽ കൂടെ കേട്ട വൈഷു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. പെങ്ങളോട് സ്നേഹമുള്ള ഏട്ടൻ. രുദ്ര ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അവൻ്റെ അഭിപ്രായം പോകണ്ട എന്ന് തന്നെയായിരുന്നു. രുദ്ര ദയനീയമായി അവളെ നോക്കി. ഏട്ടത്തി കൊണ്ടുപോകുന്നു ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയേ അടങ്ങൂ. പക്ഷെ എങ്ങനെ ഏട്ടനും അമ്മയും പറഞ്ഞ് നീ മറന്നു? അതിന് വഴിയുണ്ട്. ഏട്ടൻ പോകാൻ സമ്മതിച്ചു എന്ന് ഏട്ടത്തി പറഞ്ഞ അമ്മ വിശ്വസിക്കും. നിന്റെ തല നിറച്ച് കുരുട്ടുബുദ്ധിയാണല്ലോ പെണ്ണേ. ഏറെക്കുറെ. പിന്നെ ഏട്ടത്തിക്ക് ഇന്നിടാനുള്ള ഡ്രസ്സ് ഞാൻ കൊണ്ടുവരാമേ, വെയിറ്റ്. അതും പറഞ്ഞ് വൈഷു റൂമിൽ പോയി ഒരു കവറെടുത്തുകൊണ്ട് വന്നു. അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു,
ഇതെനിക്ക് വിജിത്തേട്ടൻ വാങ്ങി തന്നതാ. പക്ഷേ എനിക്ക് സൈസ് കറക്റ്റല്ല. ഞാനിപ്പോൾ തടിച്ചു. ഏട്ടത്തി സ്ലിം ബ്യൂട്ടി അല്ലേ, അതുകൊണ്ട് ഏട്ടത്തിക്ക് നന്നായി ചേരും. എനിക്കൊപ്പം വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഏട്ടത്തിയെ കണ്ടു ഞെട്ടണം. അതിന് ഈ ഡ്രസ്സ് ഇട്ടാൽ മതി. രുദ്ര കവർ തുറന്ന് നോക്കുമ്പോൾ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിരുന്നു. വൈറ്റ് സ്കേർട്ടും മെറൂൺ ടോപ്പും. ടോപ്പിനാണെങ്കിൽ കയ്യുമില്ല. ഡി, ഇതെങ്ങനെ ഞാനിടാനാ? ഇങ്ങനെയുള്ളതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. എനിക്ക് ചേരില്ല. അതൊക്കെ ചേരുവേട്ടത്തി, ഇതൊക്കെ ഇടാത്തത് കൊണ്ട് തോന്നുന്നതാ. മര്യാദയ്ക്ക് ഇതിട്ടോ. ഇതിട്ട് വന്നാൽ മതി എൻ്റെ കൂടെ. ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും ഏട്ടത്തിയോട്. പിന്നെ ഒരിക്കലും മിണ്ടില്ല. ഇപ്പം എന്താ വേണ്ടേ? ഞാനിതിടണം. ആയിക്കോട്ടെ. അപ്പോഴേക്കും നീ പോയി റെഡിയായി വാ. താങ്ക്സ് ഏട്ടത്തി കുട്ടി എന്ന് പറഞ്ഞ് അവളുടെ താടിക്ക് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. രുദ്ര ഒരുങ്ങി കണ്ണാടിയിൽ ഒന്ന് നോക്കി. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൾ കൈയുടെ 2 സൈഡിലേക്കും നോക്കി പറഞ്ഞു. അപ്പോഴേക്കും വൈഷു അകത്തേക്ക് വന്നിരുന്നു. ഏട്ടത്തി ഒരുങ്ങിയോ? ഒരുങ്ങി. പക്ഷെ എന്നാലും ഈ ഡ്രസ്സ് വേണോ എനിക്ക്? എൻ്റെ ഏട്ടത്തിയെ കാണാനിപ്പോൾ എന്താ ഭംഗിയെന്നറിയുമോ? ഇനി മുതൽ സാരി മാറ്റി ഏട്ടത്തി ഇതിടുന്നതാണല്ലേ? വൈഷുവിനോടൊപ്പം ഇറങ്ങി വരുന്ന രുദ്രയെ വിജയലക്ഷ്മി ഒന്ന് നോക്കി. എങ്ങനെയുണ്ടമ്മേ? ഏട്ടത്തിയെ കാണാൻ സൂപ്പർ അല്ലേ? മോളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ ഒറ്റൊരുത്തി നിർബന്ധിച്ചിട്ടതാണ് ഈ ഡ്രസ്സെന്ന്. ഞാൻ നിർബന്ധിച്ചിട്ടാലെന്താ? ഏട്ടത്തിക്ക് ചേരുന്നില്ലേ? മോൾക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും ചേരും. നിന്നെപ്പോലെയല്ല എൻ്റെ മോള് സുന്ദരിയാ. അല്ല, ബദ്രി സമ്മതിച്ചോ ഇവൾക്കൊപ്പം പോകാൻ? വിജയലക്ഷ്മി അത് ചോദിക്കുമ്പോൾ വൈഷു രുദ്രയെ നോക്കി കണ്ണു കാണിച്ചു. ആ അമ്മേ, ഏട്ടൻ പറഞ്ഞു പൊയ്ക്കോളാൻ. അത് മാത്രമല്ല, ഏട്ടൻ വരാന്ന് പറഞ്ഞു. പ്രോഗ്രാം കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കാൻ. അല്ലേ ഏട്ടത്തി? ആ അതെ, ഏട്ടൻ പറഞ്ഞു വിളിക്കാൻ വരുന്ന്. എങ്കിൽ പിന്നെ പോയിട്ട് വാ. നിങ്ങൾ അവിടെ ചെന്നിട്ട് കാർ തിരിച്ചയച്ചാൽ മതി. എന്തായാലും ബദ്രി വരാന്ന് പറഞ്ഞില്ലേ വിളിക്കാൻ. ഓക്കെ അമ്മേ, എന്ന് ഞാനും ഏട്ടത്തി ഇറങ്ങുവാണേ. അത്രയും പറഞ്ഞവർ പോകുമ്പോൾ വിജയലക്ഷ്മി അടുക്കളയിലേക്ക് പോയി. അന്നത്തെ ദിവസം രുദ്രയെ തൻ്റെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്തു. എല്ലാവർക്കും രുദ്രയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് വൈഷുവിനേക്കാൾ അവളുടെ കൂട്ടുകാരികളായിരുന്നു രുദ്രയുടെ ഇടവും വലവുമായി നടന്നത്. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫ്രണ്ട്സിനൊപ്പം രുദ്രയെയും കൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. കാരണം ബദ്രി ഈവനിങ് അവരെ വിളിക്കാൻ വരുമെന്ന് വിജയലക്ഷ്മിയോട് കള്ളം പറയേണ്ടി വന്നതുകൊണ്ട് തന്നെ കാർ അപ്പോൾ തന്നെ പറഞ്ഞു വിട്ടിരുന്നു വൈഷു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ തന്നെ കണ്ടു കുറേ പേർ ചേർന്ന് അറിയുണ്ടാക്കുന്നത്. ആരുടെയോ തലപൊട്ടി ചോരയും വന്നിരുന്നു. പെട്ടെന്ന് തന്നെ 2 ജീപ്പിലായി അങ്ങോട്ടേക്ക് പോലീസും ആംബുലൻസും വന്നു. ആംബുലൻസിൽ തലപൊട്ടിയ ആളെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ മറ്റൊരു ജീപ്പിൽ തണലുണ്ടാക്കിയവരെയും തൂക്കിയെടുത്തുകൊണ്ട് പോയിരുന്നു. വിശാൽ തൻ്റെ ജീപ്പിൽ തിരിഞ്ഞു കയറാനാഞ്ഞതും കണ്ടു കുറച്ചു മാറി വൈഷുവിനും ഫ്രണ്ട്സിനുമൊപ്പം ചിരിച്ചു നിൽക്കുന്ന രുദ്രയെ. കയ്യിലിരുന്ന കൂളിംഗ് ഗ്ലാസ് മുഖത്തേക്ക് വെച്ചുകൊണ്ട് വിശാൽ രുദ്രക്കടുത്തേക്ക് നടന്നു. മുന്നിൽ വന്നു നിൽക്കുന്ന വിശാലിനെ കണ്ടതും രുദ്ര വൈഷുവിൻ്റെ കയ്യിൽ പിടിമുറുക്കി. അല്ല, താനെന്താ ഇവിടെ? അത് പിന്നെ വൈഷുമോളുടെ ഒപ്പം അവളുടെ സ്കൂളിൽ വന്നതാ. എന്താ, നിങ്ങളുടെ പിക്ക് ചെയ്യാൻ ആരും വന്നില്ലേ? എന്താ, വന്നില്ലെങ്കിൽ ചേട്ടൻ കൊണ്ടാക്കുമോ ഞങ്ങളെ? വൈഷു അവനെ നോക്കി ചോദിച്ചു. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കിക്കോളാം. എന്തേ? ഏയ്, അത് വേണ്ട, ഞങ്ങളല്ലാതെ പൊയ്ക്കോളാം. എനിക്ക് ഈ പോലീസ് ജീപ്പിൽ കയറാൻ വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇന്ന് വരെ നടന്നിട്ടില്ല. എനിക്ക് മാത്രമല്ല, ഇവർക്കും. പ്ലീസ് ഏട്ടത്തി, ആ ചേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോകാം. വൈഷു രുദ്രയുടെ ചെവിയിലായി പറഞ്ഞു. നിന്റെ ഏട്ടൻ അറിഞ്ഞാലേ എന്നെയും നിന്നെയും പോലീസ് ജീപ്പിലല്ല ആംബുലൻസിൽ കിടത്തി കൊണ്ടുപോകും. അതുമല്ല, ഇയാളുടെ ഉദ്ദേശം അത്ര നല്ലതല്ല, നിനക്കും അറിയില്ലേ? എൻ്റെ ഏട്ടത്തി, ഏട്ടനൊന്നും ഇവിടെ വരാനോ ഇതറിയാനോ പോണില്ല. പിന്നെ ഇയാളുടെ മനസ്സിൽ എന്തുദ്ദേശം ഉണ്ടെങ്കിലും അത് നടക്കില്ല. നടക്കാൻ ഏട്ടൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഏട്ടത്തി ടെൻഷൻ ആവേണ്ട. ഏട്ടനെത്തും മുൻപ് വീട്ടിലെത്തണമെങ്കിൽ ഇതേ ഉള്ളു മാർഗം. പ്ലീസ് ചേച്ചി, സമ്മതിക്ക്. എല്ലാവരും ഒരുപോലെ പറയുമ്പോൾ രുദ്രയും അതിന് സമ്മതിച്ചു. എന്നാൽ വിശാലിന് ഒരുപാട് സന്തോഷം തോന്നി രുദ്ര തനിക്കൊപ്പം വരാൻ സമ്മതിച്ചതോർത്ത്. രുദ്രയെയും കൂട്ടി എല്ലാവരും ജീപ്പിന്റെ പിന്നിൽ കയറുമ്പോൾ വിശാൽ മുന്നിൽ കയറിയിരുന്നു. ഇടയ്ക്കിടെ അവന്റെ നോട്ടം രുദ്രയിൽ പാളി വീഴുമ്പോൾ അതിന് തടസ്സമായിട്ട് വൈഷു രുദ്രയെ മറിഞ്ഞിരുന്നു. വിശാലിന് ദേഷ്യം തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല. ഫ്രണ്ട്സിനെ അവർ ഇറങ്ങുന്ന സ്റ്റോപ്പിലാക്കിയ ശേഷം വൈഷുവിനെയും രുദ്രയെയും കാളിയാർ മഠത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ട് വിശാൽ ഇറക്കി. വിശാൽ രുദ്ര ഒരു താങ്ക്സ് പറയുമെന്ന് വിചാരിച്ചുവെങ്കിലും അത് പറയാതെ അവനെ നോക്കാതെ മുന്നിലേക്ക് പോകുമ്പോൾ അവനുള്ള താങ്ക്സ് വൈഷുവാണ് നൽകിയത്. വിശാൽ രുദ്രയെ ഒന്ന് നോക്കിയ ശേഷം ജീപ്പിൽ തിരികെ പോകുമ്പോൾ ബദ്രിയുടെ കാർ അങ്ങോട്ടേക്ക് വന്നു. കാറിലിരുന്ന് തന്നെ ബദ്രി വിശാലിനെ കണ്ടു. ബദ്രി മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു വൈഷുവിനോടൊപ്പം നിൽക്കുന്ന രുദ്രയെ. ബദ്രി കാറിൽ നിന്നും വേഗം ഇറങ്ങി മുന്നിലേക്ക് നോക്കുമ്പോഴാണ് അവരും ബദ്രിയെ കാണുന്നത്.
ഭദ്രയെ കണ്ടതും വൈഷുവും രുദ്രയും ഒരുപോലെ അവനെ നോക്കി ചിരിച്ചു. എന്നാൽ വൈഷു രുദ്രയെ നോക്കി പറഞ്ഞു, ഏട്ടത്തി, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അത്രയും പറഞ്ഞ് വൈഷു മുന്നിൽ ഓടുമ്പോൾ ഭദ്രയെ ഒന്ന് നോക്കിയ ശേഷം അവൾക്ക് പിന്നാലെ രുദ്രയും ഓടിയിരുന്നു. ഭദ്ര അവർക്ക് പിന്നാലെ ദേഷ്യത്തിൽ പാഞ്ഞു. എന്നാൽ ഒന്ന് നിന്നുകൊണ്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞു, കാറെടുത്ത് അകത്തേക്ക് ഇട്ടേക്ക്. ഓക്കെ സർ. വൈഷവും രുദ്രയും ഓടിക്കതച്ച് അകത്തേക്ക് വരുമ്പോൾ വിജയലക്ഷ്മി അവരെ നോക്കി ചോദിച്ചു, രണ്ടിനെയും വല്ല പട്ടിയും കടിക്കാൻ ഓടിച്ചോ? ഇങ്ങനെ കിടന്ന് ഓടിക്കിടക്കാൻ. ആ, ഒരു പേപ്പട്ടി ഞങ്ങളുടെ പുറകെ ഉണ്ട്. വൈശ്വത പറയുമ്പോൾ തന്നെ ഭദ്രയുടെ സൗണ്ട് ഉച്ചത്തിൽ മുഴങ്ങി. രുദ്ര, അയ്യോ ഏട്ടൻ. അത് പറഞ്ഞ് വൈഷു മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ പിന്നാലെ രുദ്രയും ചെന്നു. ഡി, കതക് തുറക്ക്, ഞാനുണ്ട്. ഏട്ടത്തി ഏട്ടൻ്റെ റൂമിൽ പോയി കതകടച്ചോ. എനിക്ക് വയ്യ തല്ലു വാങ്ങാൻ. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇപ്പോൾ പിണങ്ങിയാലും പിന്നെ ഒന്നാവും. പക്ഷേ ഏട്ടൻ്റെ കൈയിൻ്റെ ചൂട് അത് എനിക്ക് താങ്ങാൻ പറ്റില്ല. ദുഷ്ടത്തി, ചതിച്ചല്ല നീ എന്നെ. നോക്കിക്കോ, ഇനി നീ വിളിച്ച ഒരിടത്തേക്കും വരില്ല ഞാൻ. രുദ്ര, നിൽക്കടി അവിടെ. ഹോളിൽ നിന്നും ഭദ്രയുടെ സൗണ്ട് കേട്ടതും അവളും ചെന്ന് റൂമിൽ കയറി വാതിൽ കൊറ്റിയിട്ടു. എന്താടാ, എന്താ ഉണ്ടായേ? നിന്റെ കൂടെയല്ലേ അവർ വന്നേ? ഇനി രണ്ടും വല്ല കുരുത്തക്കേടും ഒപ്പിച്ചോ? കുരുത്തക്കേടല്ല ഒപ്പിച്ചേ, തല്ലുകൊള്ളിത്തരം. ഭദ്ര ദേഷ്യത്തിൽ അവരെ നോക്കി പറഞ്ഞു.